ശുക്രൻ ധനു രാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്നു. ജനുവരി 13-ന് ശുക്രൻ ധനു രാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്നത് കൊണ്ട് നാല് രാശിക്കാർക്ക് രാജയോഗമാണ്. ആ 4 രാശിക്കാർ പറയാം: ഇടവം, കന്നി, വൃശ്ചികം, മീനം. ഇടവൻ രാശി, കന്നി രാശി, വൃശ്ചികൻ രാശി, മീനം രാശി എന്നീ രാശിക്കാർക്ക് രാജയോഗമാണ്. ഇടവൻ രാശിയിൽ അവർക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവും, വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റും. ബിസിനസ്സിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ജോലി ഉയർച്ച ഉണ്ടാവും. വിവാഹം മുടങ്ങിയതൊക്കെ നടക്കും. മുടങ്ങിയ വിവാഹമൊക്കെ നടക്കും. മേടം മുതൽ മീനം വരെ 12 രാശികളാണുള്ളത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം അങ്ങനെ 12 രാശികളാണുള്ളത്. ലോട്ടറി ഭാഗ്യം കിട്ടാനും സാധ്യതയുണ്ട്. മീനം രാശിയിൽ പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി. വൃശ്ചികം രാശിയിൽ ഉത്രം, അത്തം, ചിത്ര. ഇടവം രാശിയിൽ കാർത്തിക, രോഹിണി, മകേരം. പിന്നെ കന്നി രാശിയിൽ 4 രാശിക്കാർക്ക് നല്ല യോഗമാണ്. ഉത്രം, അത്തം, ചിത്ര. മീനം രാശിയിൽ പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് രാജയോഗമുള്ള നക്ഷത്രങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പൂജാ സംബന്ധമായും എല്ലാ സംശയങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.